അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. Question number 5. Let z be a complex number such that modulus of z minus 6 equal to 5 and modulus of z plus 2 minus 6i equal to 5 and the value of zq plus 3z square minus 15z plus 141 is equal to. അതായത് z ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. മോഡുലസ് ഓഫ് z മൈനസ് 6 ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? z-ൽ നിന്ന് 6-ലേക്കുള്ള ഡിസ്റ്റൻസ് 5 ആണ്. അപ്പൊ z എവിടെ ആവാം? 6-ൽ നിന്ന് 6 എന്ന് പറഞ്ഞാൽ 60 എന്ന് പറഞ്ഞ 60 എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 0i എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിൽ നിന്ന് 5 യൂണിറ്റ് റേഡിയസിലുള്ള ഏത് സർക്കിളിലെ ഏതൊരു പോയിന്റ് വേണമെങ്കിലും ആവാം z. അതേപോലെ ഇതേ z അതിനെ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും z ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 5 യൂണിറ്റ്സ് ഫ്രം 2 പ്ലസ് 6i. 2 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 26 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അതിൽ നിന്നും 5 യൂണിറ്റ് ഡിസ്റ്റൻസ് ഉള്ള ഒരു സർക്കിളിലാണ് z ലൈ ചെയ്യുന്നത്. z ഒരേ കോംപ്ലക്സ് നമ്പർ ആണ്. ഇതൊരു സർക്കിൾ C1, അതിന്റെ സെന്റർ 60. ഈ സർക്കിളിന്റെ സെന്റർ 26, ഇതിന്റെ റേഡിയസ് 5, ഇതിന്റെ റേഡിയസ് 5, ഇതിന്റെയും റേഡിയസ് 5. ഇവിടെ C1 C2 നോക്കൂ, ഈ രണ്ട് റേഡിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? ഇതിൻ്റെത് ഇവിടെ -2 അല്ലേ? -2 6 ആണ്. അപ്പോഴല്ലേ +2 വരുള്ളൂ അവിടെ. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? C1 C2. 6 മൈനസ് -2 ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10 ആണ്. ആ 10 എന്ത് തന്നെയാണ്? R1 പ്ലസ് R2 തന്നെയാണ്. രണ്ടിന്റെയും സെന്റർ ആണ് C1 C2, റേഡിയസ് ആണ് R1 R2. ഈ രണ്ട് സർക്കിളും നോക്കിയപ്പോൾ C1 C2 ഈക്വൽ ടു R1 പ്ലസ് R2 ആണ്. അപ്പൊ നിങ്ങൾ സർക്കിൾസ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും, രണ്ട് സർക്കിൾസ് C1 C2 ഈക്വൽ ടു R1 പ്ലസ് R2 ആണെങ്കിൽ ആ രണ്ട് സർക്കിൾസ് ഇങ്ങനെയായിരിക്കും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടാവുക. ദേ വിൽ ബി ഇന്റർസെക്ടിങ് ഇങ്ങനെ എക്സ്റ്റേണലി അറ്റ് എക്സാക്ട്ലി 1 പോയിന്റ്, എക്സാക്ട്ലി ഒരു പോയിന്റിലായിരിക്കും ഇവർ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ z എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ ഈ സർക്കിളിലും ലൈ ചെയ്യുന്നു, ഈ സർക്കിളിലും ലൈ ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടിൽ ലൈ ചെയ്യുന്ന പോയിന്റ് ഏതാ? ഈ ഇന്റർസെക്ഷൻ പോയിന്റ് ആണ്. അപ്പൊ അതാണ് z. ആ പോയിന്റ് ഏതാണോ അതാണ് നമുക്ക് വേണ്ട z. ഈ z ആക്ച്വലി ഈ റേഡിയസ് 5 ആണ്, ഈ റേഡിയസും 5 ആണ്. അപ്പൊ ആ ഡിസ്റ്റൻസ് 10 ആണ്. രണ്ടിന്റെയും മിഡ് പോയിന്റ് ആണ്, അതായത് ഈ രണ്ട് സെന്റേഴ്സിന്റെയും മിഡ് പോയിന്റ് ആണ് ആക്ച്വലി എന്ത്? z. ഈ പോയിന്റ് ഏതാ? 60. മറ്റേ പോയിന്റോ? മറ്റേ പോയിന്റ് -2 6. അപ്പൊ z-ന്റെ കോർഡിനേറ്റ്സ് എന്താവും? z-ന്റെ കോർഡിനേറ്റ്സ് അപ്പോ 2 3 ആവും. അതായത് z is equal to 2 plus 3i ആണ് മിഡ് പോയിന്റ്. അപ്പൊ z-ന്റെ കോർഡിനേറ്റ്സ് കിട്ടി. z-ന്റെ കോർഡിനേറ്റ്സ് 2 plus 3i ആണ്. അതാണ് ഇനി കാണാൻ പറഞ്ഞ എക്സ്പ്രഷനിൽ കൊടുക്കാനുള്ള z. z is equal to 2 plus 3i. നമുക്ക് കാണേണ്ടത് z³ plus 3z square minus 15z plus 141. അത് ചെയ്താൽ കിട്ടേണ്ടത് എന്താണെന്ന് ശ്രദ്ധിക്കുക. അത് ചെയ്താൽ കിട്ടേണ്ടത് ഒരു നമ്പർ ആണ്. അതായത് ഈ എക്സ്പ്രഷനിലൊക്കെ കോംപ്ലക്സ് നമ്പർ ഐ പാർട്ട് ഉണ്ടാവും, അതെല്ലാം ക്യാൻസൽ ആയി പോയിട്ട് ലാസ്റ്റ് ഒരു നമ്പറിലാണ് എത്തി നിൽക്കേണ്ടത്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഇതാണ്, z is equal to 2 plus 3i. ഈ z³ ഒന്നും കാണാൻ പോകുന്നില്ല, ഇവിടുന്ന് z² കാണുന്നു. എന്താണ് z²? x² minus y² plus 2xy, 4 minus 9 plus 12y. z² എന്താ? -5 plus 12y. ഇവിടുന്ന് 4z നോക്കി, അത് 8 plus 12y ആണ്. അപ്പൊ ഇവിടത്തെ ഈ 12yക്ക് പകരം എന്ത് കൊടുക്കാം? 4z minus 8 എന്ന് കൊടുക്കാം. അപ്പൊ z² is equal to 4z minus 13 എന്ന് കിട്ടും. z³ അപ്പോ 4z² minus 13z ആവും. 4z² ആക്ച്വലി z² നമുക്ക് അവിടെ അറിയാലോ, -5 plus 12y. അത് കൊടുത്ത് പിന്നൊരു z² അതല്ല കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ i വരില്ലേ? i ഇല്ലാതിരിക്കാൻ നമ്മളത് ചെയ്യുന്നത്. ഇത് കൊടുക്കണം, 4z minus 13. അത് കൊടുത്തു. അപ്പൊ അത് കൊടുക്കുമ്പോ z³ എന്ത് കിട്ടും? 16z മൈനസ് ഈ 4 into 13 എത്ര? 52 minus 13z equal to 3z minus 52. ഇത് 3z minus 52 ആണ്. 3z minus 52.
ഇനി നമുക്ക് വേണ്ട എക്സ്പ്രഷൻ നോക്കുക. ഈ വേണ്ട എക്സ്പ്രഷൻ z³ പ്ലസ് 3z² മൈനസ് 15z പ്ലസ് 141. z³ എന്താ? 3z മൈനസ് 52. 3z² എന്താവും? z² 4z മൈനസ് 13 ആണ്, അത് കൊടുത്തു. മൈനസ് 15z പ്ലസ് 141. ഈ 3z മൈനസ് 15z അപ്പൊ മൈനസ് 12z ആയി. ഇവിടെ ഒരു 12z എല്ലാം കൂടി ക്യാൻസൽ ആയി. അപ്പൊ z എല്ലാം പോയി. അപ്പൊ മൈനസ് 52 മൈനസ് 39 പ്ലസ് 141. അതായത് 141 മൈനസ് എത്ര? 91 അല്ലേ? അപ്പൊ എത്ര കിട്ടും? 50 കിട്ടും. 50 ആണ് ആൻസർ. 50 ആണ് ആൻസർ ആയിട്ട് വരിക. അതായത് z³ 3z² മൈനസ് 15z ഒക്കെ എന്താണെന്ന് ഐയിൽ നോക്കാൻ പോയില്ല. ഐ ഒക്കെ ലാസ്റ്റ് ക്യാൻസൽ ആവുന്ന ഓപ്ഷൻ നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പൊ ജസ്റ്റ് ആ z തന്നെ നിർത്തിയിട്ട് ആ zകളെല്ലാം കൂടി തമ്മിൽ ക്യാൻസൽ ചെയ്യിപ്പിച്ച് ലാസ്റ്റ് ആ നമ്പർ എന്താണെന്നുള്ളതാണ് നോക്കിയത്. 50 ആണ് ആൻസർ. 50 ഓപ്ഷനിൽ ഓപ്ഷൻ 3.